ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക, അല്ലാത്തത് മറ്റുള്ളവർക്കായിട്ട് കൊടുത്തേക്കുക. ഈ ഒരു സമയം അത്രയും അവർക്ക് നിങ്ങളോട് അസൂയയായിരുന്നു എന്ന് കാണാം. ആ സത്യം ഇനി മറച്ചു വയ്ക്കാനും സാധിക്കുകയില്ല. നിങ്ങളുടെ ചുറ്റുമുള്ള ഈ ഒരു അസൂയ പുതിയ ഒന്നല്ല, അല്ലെങ്കിൽ പുതിയൊരു എനർജി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഒന്നല്ല. എന്നാൽ നിങ്ങളത് മനസ്സിലാക്കാൻ വൈകിപ്പോയെന്നേ ഉള്ളൂ. ഇത് വളരെ കാലമായിട്ട് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്നതാണ്. ഈ ഒരു അസൂയയുടെ എനർജി വളരെ കാലമായിട്ട് നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്നതാണ്. അതുവരെയും അത് നിശബ്ദമായിട്ട് വളരുകയായിരുന്നു എന്ന് കാണാം. നിങ്ങൾ അറിയാതെ അത് നിങ്ങൾക്ക് ചുറ്റും വളരുകയായിരുന്നു. നിങ്ങൾ മുൻപോട്ട് വെച്ച ഓരോ സ്റ്റെപ്പിലും നിങ്ങൾക്ക് ചുറ്റും അത് കൂടുതൽ ശക്തമാകുകയായിരുന്നു. നിങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് മനസ്സിലായ ആ ഒരു അസൂയ അല്ലെങ്കിൽ ആ ഒരു ശത്രുത ഒന്നും തന്നെ അതിൻ്റെ തുടക്കം ഇവിടെയല്ല. ഈ ഒരു സമയത്ത് അത് വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ കൂടുതൽ പ്രഷർ ഉണ്ടായപ്പോൾ പലരും അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ പുറത്ത് വരുത്തിയതാണ്, അല്ലെങ്കിൽ പലരുടെയും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ ഇന്ന് പുറത്ത് വന്നതാണ് എന്ന് കാണാം. ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് നിങ്ങളുടെ ചുറ്റും കിടന്ന് ചുട്ടുപൊള്ളുകയായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് മാത്രം. അവർക്ക് നിങ്ങളുടെ വളർച്ചയിൽ, നിങ്ങളുടെ സന്തോഷത്തിൽ, നിങ്ങളുടെ സമാധാനത്തിൽ ഒക്കെയും അസ്വസ്ഥതയുണ്ടായി. ആ അസ്വസ്ഥത നീരസമായിട്ട് മാറി. ആ നീരസം നിങ്ങളോടുള്ള വെറുപ്പായിട്ട് മാറി. നിങ്ങൾ തളരും, അല്ലെങ്കിൽ നിങ്ങളെ തളർത്താമെന്ന് അവർ കരുതി. പല പദ്ധതികളും നിങ്ങൾക്ക് ചുറ്റും അവർ ആസൂത്രണം ചെയ്തു. എന്നാൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ, നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ കൺസിസ്റ്റൻസി, നിങ്ങളുടെ സ്ഥിരത ഒരിക്കലും തകരാത്തതിനാൽ നിങ്ങൾക്ക് ചുറ്റും എത്ര ഹെവി ആയിട്ടുള്ള എനർജി ഉണ്ടായിട്ടും നിങ്ങളെ തൊടാൻ സാധിച്ചില്ല. എന്നാൽ മറ്റുള്ളവർക്ക് ഇത് കണ്ടിട്ട്, നിങ്ങളുടെ ഈ ഒരു കൺസിസ്റ്റൻസിയും ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് അവരുടെ ഇമോഷണലി, മെൻ്റലി ഒക്കെ അവർ സ്തംഭിച്ചു പോയതായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് കൂടുതൽ മുന്നോട്ട് പോയി. അതുപോലെ വളരെ മുൻപ് തന്നെ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവരിൽ നിന്നും അല്ലെങ്കിൽ അവർക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തികളിൽ നിന്നെല്ലാം നിങ്ങൾ വ്യത്യസ്തരാണ് എന്നുള്ളതാണ്. നിങ്ങൾ തകർന്ന് നിൽക്കേണ്ടി വന്ന അവസരത്തിലും വളരെയധികം ലോ ആയിപ്പോയ അവസരങ്ങളിലും നിങ്ങൾ എങ്ങനെ ഓരോ സ്റ്റെപ്പും എടുത്തു, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോയി എന്നെല്ലാം അവർ കണ്ടതുമാണ്. ഒരുപക്ഷെ അവർ നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് ഇതെല്ലാം കണ്ടതുമാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ സമയങ്ങളിലും പല അവസരങ്ങളും നിങ്ങളുടെ ചുറ്റും അലൈനായി വരുന്നത് അവർ കണ്ടിരുന്നു. എന്നാൽ അവർക്കൊരവസരം വന്നപ്പോൾ ഇതുപോലെ ഒന്നും തന്നെ അവരുടെ ചുറ്റും ഉണ്ടായിരുന്നില്ല. അതെല്ലാം തന്നെ അവരിൽ നിന്നെല്ലാം നിങ്ങൾ വ്യത്യസ്തനാണ് എന്നുള്ളത് വീണ്ടും അവരോട് തെളിയിച്ചു കൊടുക്കുകയായിരുന്നു. ഇത് നിങ്ങൾക്ക് ഡിവൈനോടുള്ള വിശ്വാസം കാരണമാണ് ഈ കാര്യങ്ങളെല്ലാം അലൈനായി വന്നിരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള നന്മയുള്ള മനസ്സ്, നിങ്ങൾക്ക് ആരോടും അസൂയ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നടക്കാതെ വന്നപ്പോഴും, നിങ്ങൾ ആ ആഗ്രഹങ്ങളെ ഓർത്ത് നെഗറ്റീവായിട്ട് ചിന്തിച്ചപ്പോഴും സബ് കോൺഷ്യസ്ലി നിങ്ങളിൽ ഈ ഒരു നന്മയുള്ള മനസ്സുള്ളത് കൊണ്ട് തന്നെ സബ് കോൺഷ്യസ്ലി നിങ്ങൾ അവസരങ്ങളെ അട്രാക്റ്റ് ചെയ്യുമായിരുന്നു. ആ ഒരു ബോധ്യം അവരുടെ ഇൻസെക്യൂരിറ്റിയെ ട്രിഗർ ചെയ്യിപ്പിച്ചതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മുൻപിൽ കാണിക്കാതെ അവർ ഒളിപ്പിച്ച് വെച്ചിരുന്ന അവരുടെ ആ ഒരു ജലസിയെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇൻസെക്യൂരിറ്റിയെ എല്ലാം തന്നെ നിങ്ങളിലേക്ക് അലൈനായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ അവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാരണം ട്രിഗർ ആയതായിട്ടാണ് കാണുന്നത്. അവർ വളരെ പൊളൈറ്റായിട്ട് നിങ്ങളോട് ചിരിച്ചപ്പോഴും, നിങ്ങൾക്ക് ഷേക്ക് ഹാൻഡ് തന്നപ്പോഴും, നിങ്ങളെ അഭിനന്ദിച്ചപ്പോഴും ഒക്കെയും അവരുടെ ആ ഒരു ജലസിയും ഇൻസെക്യൂരിറ്റിയും ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായില്ല. അവരുടെ ആ ഒരു ചിരി ഒരു മാസ്ക് ആയിട്ടാണ് പ്രവർത്തിച്ചത്. അതായത് അവരുടെ ആ ഒരു ചിരി നിങ്ങൾ വിശ്വസിച്ചു. അതിൻ്റെ ഉള്ളിൽ ഒരു ജലസി ഉള്ളത്, അല്ലെങ്കിൽ ഒരു അസൂയ ഉള്ളത് നിങ്ങൾ അന്ന് മനസ്സിലാക്കിയില്ല. അവർ ഒരുപാട് നാളായിട്ട് നിങ്ങളെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു നിരീക്ഷണം പിന്നീട് അവർക്ക് നിങ്ങളോടുള്ള അസൂയയായും നിങ്ങളോടുള്ള വെറുപ്പുമായിട്ട് മാറി. കാരണം അവർ നോക്കുമ്പോൾ അവർക്കൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ.
അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ലഭിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും കഷ്ടപ്പാടിൽ വന്നിട്ടും അവർ നിങ്ങൾ കാണിച്ച ആ ഒരു അച്ചടക്കമോ നിങ്ങൾ സഹിച്ച അതൊന്നും കാണാനല്ല, നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഗോള് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും വരുന്ന ആ ഒരു അവസരങ്ങൾ, അതാണ് അവർ നോക്കിയത്. അതെന്തുകൊണ്ട് അവർക്ക് വരുന്നില്ല? പക്ഷേ നിങ്ങൾക്കത് വന്നത് നിങ്ങളുടെ വിശ്വാസം കാരണവും നിങ്ങളുടെ ഫോക്കസ് കാരണവും നിങ്ങളുടെ അച്ചടക്കവും കാരണവുമാണ്. പക്ഷെ അതൊന്നും അവർ നോക്കാൻ ശ്രമിച്ചില്ല. അവർ നോക്കിയത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അനുഗ്രഹങ്ങളെ മാത്രമായിരുന്നു. അല്ലെങ്കിൽ ഇത്രയൊക്കെ ലോ ആയിട്ടുള്ള മൊമെൻറ്റിൽ നിങ്ങൾ പോയിട്ടും ഇത്ര തകർച്ചയുടെ വക്കിലെത്തിയിട്ടും അല്ലെങ്കിൽ ഇത്രയധികം വിഷമങ്ങളിൽ കൂടി കടന്നു പോയിട്ടും എങ്ങനെ കയറി വന്നു? അല്ലെങ്കിൽ ഞാൻ കരുതിയത് നിങ്ങൾ കയറി വരില്ല, നിങ്ങൾ ഇത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫ്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ കരുതി. പക്ഷെ നിങ്ങൾ എങ്ങനെ കയറി വന്നു? പക്ഷേ നിങ്ങൾ കാണിച്ച ആ ഒരു ഡിസിപ്ലിൻ, നിങ്ങൾ കാണിച്ച ആ ഒരു ഫോക്കസ്, നിങ്ങൾ കാണിച്ച ആ ഒരു കൺസിസ്റ്റൻസിയാണ് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നത്. എല്ലാത്തിലും ഉപരി എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം, അത് തന്നെയാണ് നിങ്ങളുടെ ഡ്രീംസ്, അത് നിങ്ങളുടെ തോട്ട്സ് ആയിട്ട് മാറി, നിങ്ങളുടെ ചിന്തകളായിട്ട് മാറി. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്തത്. അതുപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരാളിനെ കുറിച്ച് ഓർത്ത് അസൂയപ്പെടാനോ അല്ലെങ്കിൽ അവർക്കത് കിട്ടിയല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊന്നും ചിന്തിക്കാൻ നിങ്ങൾക്ക് താല്പര്യവുമില്ല, സമയവും നിങ്ങൾക്കില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉയരണം, ഞാനും ഉയരും, എന്നോടൊപ്പം മറ്റുള്ളവരും ഉയർന്നോട്ടെ എന്നൊരു ചിന്തയാണ്. മറ്റുള്ളവർ ഉയർന്നാൽ ഞാൻ അതിൽ സന്തോഷിക്കും എന്നൊരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ നല്ല കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നതും. ഈ ഒരു സമയം അത്രയും നിങ്ങൾ വളരെയധികം റെസ്പെക്റ്റോടുകൂടി, വളരെയധികം ഇൻറ്റഗ്രിറ്റിയോടുകൂടി, വളരെയധികം റെസ്പോൺസിബിൾ ആയിട്ടാണ് മുന്നോട്ട് പോയത്. നിങ്ങൾ കരുതിയിരുന്നത് നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയും നിങ്ങളെപ്പോലെ അസൂയയില്ലാത്ത, നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കുമെന്നായിരുന്നു. നിങ്ങൾ കാണിച്ച അതേ റെസ്പെക്റ്റ് നിങ്ങൾക്ക് തിരിച്ചു തരുന്ന ഒരു വ്യക്തിയായിരിക്കും, മനസ്സിലൊന്നും വെക്കാത്ത, അല്ലെങ്കിൽ ഒന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങളെക്കുറിച്ച് അസൂയപ്പെടുന്നയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഗോസിപ്പ് പറയുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കരുതിയില്ല. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് നിങ്ങൾ അവരിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു. അത് തന്നെയാണ് നിങ്ങൾ വിശ്വസിച്ചിരുന്നതും. ആ ഒരു വിശ്വാസത്തെയാണ് അവരുടെ ഈ ഒരു അസൂയ തകർത്ത് കളഞ്ഞത്. യഥാർത്ഥത്തിൽ നിങ്ങൾ അവരോട് കാണിച്ച ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് അല്ലെങ്കിൽ അവരിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്ന നിങ്ങൾ അങ്ങോട്ട് നൽകിയ ആ റെസ്പെക്റ്റ് അവരെ ആരാണ് എന്ന് അവർക്ക് തന്നെ കാണിച്ചു കൊടുത്തു. അതായത് നിങ്ങൾ എത്രയധികം സിൻസിയർ ആണ് എന്നും അവരെത്രയധികം ഫേക്ക് ആണ് എന്നും. അതായത് നിങ്ങൾക്കറിയില്ലെങ്കിലും അവർക്ക് സ്വയം അറിയാമായിരുന്നു ഞാൻ പ്രിറ്റൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഞാൻ നടിക്കുകയാണ് എന്ന്. ഉള്ളിൽ എനിക്ക് നിങ്ങളോട് അത്രയധികം ഇൻസെക്യൂരിറ്റി ഉണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അവരുടെ സ്വഭാവം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിനൊക്കെയും അവർക്ക് നിങ്ങളോട് അസൂയയും ദേഷ്യവുമാണ് വീണ്ടും വീണ്ടും കൂടിയത്. നിങ്ങളുടെ ഉയർച്ച എല്ലാവരെയും അറിയിച്ചുകൊണ്ടായിരുന്നില്ല, പക്ഷേ അത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒന്നുമായിരുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചു കൊണ്ടേയിരുന്നു ഓരോ സമയവും. നിങ്ങളിൽ വന്ന ആ ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങളിൽ വന്ന ആ ഒരു ഗ്രോത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ സ്റ്റെബിലിറ്റിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അത് പ്രതിഫലിച്ചു കൊണ്ടേയിരുന്നു. അവരെ അവഗണിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അവരെ കാണാൻ ആഗ്രഹിക്കാത്ത, അവർ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സത്യമായിരുന്നു നിങ്ങളുടെ ആ ഒരു വളർച്ച. നിങ്ങൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പും, ആ സ്റ്റെപ്പിൽ നിന്നും നിങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ വളർച്ച ആർക്കും തടയാൻ കഴിയാത്ത ഒന്നാണെന്നും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒന്നാണെന്നും നിങ്ങൾ അർഹിക്കുന്നതാണെന്നും നാച്ചുറലായിട്ടുള്ള ഒന്നാണ് എന്നും അവർ അവഗണിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നായിരുന്നു. അവർ നിശബ്ദമായി നിന്നുകൊണ്ട്, അതും നിങ്ങളുടെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ വളർച്ച അവർ കാണുകയായിരുന്നു. അവരുടെ ഈ ഒരു നിശബ്ദത നിങ്ങളുടെ ഓരോ അച്ചീവ്മെൻറ്റ്സിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ സന്തോഷിച്ച് നിങ്ങളുടെ വിജയം ആഘോഷിക്കുന്ന സമയത്ത് അവർ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും വരാതെയായി, അല്ലെങ്കിൽ അവർ മിണ്ടാതെയും അവർ നിങ്ങളെ ഒഴിവാക്കുന്നത് പോലെയൊക്കെ ഒരുപാട് തവണ അവർ ചെയ്തിട്ടുണ്ടാവണം. ഇതൊന്നും തന്നെ ഒരു കോയിൻസിഡൻസ് അല്ല, ഇതെല്ലാം ഒരു സൂചനയാണ്. അതായത് നിങ്ങൾ കടന്നു വരുമ്പോൾ പണ്ട് ഉത്സാഹം കാണിച്ചിരുന്ന വ്യക്തികൾ ഉത്സാഹം കാണിക്കാതെയായത്, അവരുടെ ടോണിലുണ്ടായ മാറ്റങ്ങൾ, അവർ നിങ്ങളെ അവഗണിക്കുന്നത്, നിങ്ങൾ വരുമ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ പെട്ടെന്ന് സംസാരം നിർത്തുന്നത്, ആ ഒരു വ്യക്തികളുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഹെവി ആയിട്ടുള്ള എനർജി തോന്നുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ നിങ്ങളോട് കാണിക്കാൻ മാത്രം നിങ്ങൾ ഒന്നും തന്നെ ഒരു റെസ്പോൺസും അങ്ങോട്ട് കൊടുത്തിട്ടുമില്ല.
പലപ്പോഴും അവരുടെ ഈ ഒരു അസൂയ അവർ കാണിച്ചത് നിങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ടും നിങ്ങളെ ഇഗ്നോർ ചെയ്തുകൊണ്ടും നിങ്ങളെ ഡിസ്മിസ് ചെയ്തുകൊണ്ടും ഒക്കെ ആയിരുന്നു. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്, നിങ്ങളുടെ നേട്ടങ്ങളെയൊക്കെ വില കുറച്ച് കാണിച്ചും നിങ്ങൾ കടന്നുപോയ ആ ഒരു സാഹചര്യങ്ങളെയൊക്കെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും നിങ്ങൾ നേടിയെടുത്ത ആ വിജയത്തെയൊക്കെ അവർ വില കുറച്ച് കണ്ടും ഒന്നും അല്ല, ഇതൊക്കെ ആർക്കും പറ്റും എന്നുള്ള രീതിയിലും ഒക്കെ അവരുടെ ഈഗോ കുറയ്ക്കാനായിട്ട് ശ്രമിച്ചതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ നേട്ടങ്ങളെ അവരുടെ ഈഗോ ഹേർട്ട് ചെയ്തപ്പോൾ അവർ നിശബ്ദത സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളോട് നിശബ്ദത കാണിച്ചതായിട്ടാണ്, അല്ലെങ്കിൽ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കാണിച്ചതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളുടെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലാതെയായി. ഒരിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നുവെന്ന് ഓരോ അപ്ഡേറ്റ്സും എടുത്തുകൊണ്ടിരുന്ന ഇതേ വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോലും താല്പര്യമില്ലാതെയായി. കാരണം അവർ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ അവർ അവഗണിച്ചു കൊണ്ടിരുന്ന ആ ഒരു സത്യത്തെ അവരിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റ്സും അവർക്കത് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ കൺസിസ്റ്റൻസി, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങൾക്ക് റിസൾട്ട് തരുന്നു എന്നുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത്, നിങ്ങൾ വിജയിക്കുന്നു എന്നുള്ളത്. ആ ഒരു സമയത്ത് അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ അത് മറ്റുള്ളവരെ കാണുന്നു എന്നുള്ളത് അത് അവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു. ശരിക്കും അവരൊന്നുമല്ലാതെ ഇരുന്നിട്ട് നിങ്ങളെ കുറ്റം പറയുമ്പോൾ അവർ ചിന്തിച്ചില്ല അവരുടെ ജീവിതത്തിൽ സ്റ്റക്കായി പോയി എന്നുള്ളത്. അവർ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നതിലും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെട്ട് നിങ്ങളുടെ ജീവിതം ഇനി എന്താകും എന്നുള്ളതിൽ നോക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്തില്ല. പക്ഷേ നിങ്ങളിന്ന് വിജയിച്ചപ്പോൾ അവരവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർ സ്റ്റക്കാണ് എന്നുള്ളത്. അതവർ മറ്റുള്ളവരിൽ നിന്നും ഒളിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ പുറത്തു വരും. ഒരു മൺചട്ടിയിൽ വെള്ളം ചൂടാവുന്നു. ആ ചൂട് വെള്ളത്തെ പോലെയായിരുന്നു അവരുടെ ആ ഒരു അസൂയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള വെറുപ്പ് എന്ന് പറയുന്നത്. ആ മൺചട്ടി എന്ന് പറയുന്നത് അവരുടെ ആ ഒരു മറയായിരുന്നു. അവർ മാസ്ക് ചെയ്ത് വെച്ചിരുന്നത്, അതായത് നിങ്ങളോട് അസൂയൊന്നും ഇല്ല എന്നവർ കാണിച്ചു വെച്ചിരുന്നത്. എന്നാൽ ആ ഒരു മൺകുടത്തിൻ്റെ അകത്തിരുന്ന് അവരുടെ ആ ഒരു അസൂയാകുന്ന വെള്ളം തിളച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു ഇത്രയും വർഷത്തോളവും. പക്ഷെ ആരും കണ്ടില്ല, കാരണം ആ ഒരു കുടമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാസ്ക് ഉള്ളത് കൊണ്ട്. എന്നാൽ അത് നന്നായി തിളച്ച് അത് ആ ഒരു കുടത്തെ, ആ ഒരു മൺകുടത്തെ തന്നെ വിള്ളൽ വീഴ്ത്താൻ കാരണമായി. ആ മൺകുടത്തിൽ വിള്ളൽ വീഴ്ത്താൻ കാരണമായി. ആ ഒരു വിള്ളലിൽ കൂടെ ആ വെള്ളം പുറത്തു പോകാൻ തുടങ്ങി. അതായത് അവരുടെ ആ ഒരു മുഖംമൂടി കീറിയതായിട്ടാണ് കാണുന്നത്. കീറിയപ്പോൾ അവരുടെ അസൂയ പുറമേ വന്നു. കാരണം അവരുടെ ആ ഒരു ജലസി തിളച്ചു പൊങ്ങുകയും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുകയും ചെയ്തപ്പോൾ അവരുടെ ആ ഒരു മാസ്ക് കീറിപ്പോയി. എന്നാൽ ഏറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത് അവർക്ക് ആ വെള്ളത്തെ, അതായത് അവരെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരെ തന്നെ അവർ നശിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഇൻവോൾവ് ആയി, നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറഞ്ഞ് പരത്തിയപ്പോൾ നിങ്ങളെക്കുറിച്ച് അസൂയ അല്ലെങ്കിൽ വെറുപ്പ് അവർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് അവരെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. അവരുടെ ജോലിയിലോ അവരുടെ ജീവിതത്തിലോ അവരുടെ ഫാമിലിയിലോ അവരുടെ റിലേഷൻഷിപ്പിലോ പോലും അവർക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. അവർ കരുതിയത് അവർ പെർഫെക്റ്റ് ആണ് എന്നായിരുന്നു. എന്നാൽ അവർ യാതൊരു വിധത്തിലും പെർഫെക്റ്റ് ആയിരുന്നില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ അസൂയ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വെറുപ്പുണ്ടാവില്ല. അവർ നന്മയെ ആഗ്രഹിക്കുകയുള്ളൂ, മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിജയം കണ്ട് ഇൻസെക്യൂരിറ്റി തോന്നില്ല. അവരുടെ റിയാക്ഷൻസ് കാരണം അവർ മറച്ചു വെച്ച കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നു. അവർ നിങ്ങളെ സൈലൻ്റ്ലി ഒബ്സർവ് ചെയ്തു, നിങ്ങളെ നോക്കിക്കൊണ്ടേയിരുന്നു. നിങ്ങളുടെ ഓരോ മൂമെൻറ്റ്സും അവർ നോക്കിക്കൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു ഔട്ട്കംസ് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് അവർക്ക് കൂടുതൽ നിങ്ങളോട് വെറുപ്പ് കൂട്ടാൻ കാരണമായി. എന്തു തന്നെയായാലും ഇന്ന് അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അവർക്ക് ഒരുപാട് സമയം നിങ്ങളുടെ പിറകെ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറഞ്ഞ് അവർക്ക് നഷ്ടമായി. അവർക്ക് ഇനി മുന്നോട്ട് വരണം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സക്സസ് ആകണം എന്നുണ്ടെങ്കിലും ഒരുപാട് തടസ്സങ്ങൾ അവരിന്ന് നേരിടുന്നതായിട്ട് കാണുന്നു. അവർക്ക് ഒരുപാട് വർഷങ്ങൾ നിങ്ങളുടെ പിറകെ നടന്ന് നഷ്ടമായി. ഒരുപാട് അവസരങ്ങൾ അവർക്ക് നഷ്ടമായി. അവരുടെ കയ്യിലുണ്ടായിരുന്ന അനുഗ്രഹങ്ങളെ പോലും നിങ്ങൾ പിറകെ നടന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക്
അവർക്കെതിരെ നുണകൾ പറഞ്ഞ് അവരെ നഷ്ടമാക്കി. കാരണം അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ആ ഒരു അനുഗ്രഹങ്ങളെ കാണാൻ അവർ സമയം കൊടുത്തില്ല. അവർ നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് അസൂയപ്പെട്ട് ഓടുകയായിരുന്നു. അവരുടെ അനുഗ്രഹങ്ങളെ അവർ വില വെച്ചില്ല. അതെന്നും അവിടെ കാണുമെന്ന് അവർ കരുതി. പക്ഷേ അവർ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അതവിടെയില്ല. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളും രക്ഷപ്പെട്ടു. അതൊക്കെയും അവരെ ഇന്ന് വല്ലാതെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നു. അവരിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു. അവരിന്ന് ഒരുപാട് ഭാരങ്ങൾ ചുമക്കുന്നതായിട്ട് കാണുന്നു. കാരണം ഒരുപാട് സമയം അവർ കളഞ്ഞു. അവരുടെ നല്ല അനുഗ്രഹങ്ങളെ അവർ കളഞ്ഞു. നിങ്ങളുടെ പുറകെ നടന്ന് അവരൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്തൊക്കെയോ ഭാരങ്ങൾ ചുമന്നു കൊണ്ട് പോകുന്നതായിട്ട് കാണുന്നു. ആരുടെയൊക്കെയോ അടുത്ത് സാമ്പത്തികമായിട്ട് സഹായത്തിനായിട്ട് ചെല്ലുന്നതായിട്ട് കാണുന്നു. അവിടെയൊക്കെയും അവർക്ക് തടസ്സങ്ങളാണ് അവർ നേരിടുന്നത്. ഈ വ്യക്തി ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കാം. ഇവരുടെ ഇൻറ്റൻഷൻ ഒരിക്കലും നല്ലതാവില്ല. ഒരു പാമ്പ് അതിൻ്റെ തൊലി ഉരിച്ച് കളഞ്ഞാൽ പോലും അത് പിന്നെയും പാമ്പ് തന്നെയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.